കേസ് എല്ലാവരും നമ്മുടെ പുതിയൊരു ഉളവിലോട്ട് സ്വാഗതം കേസ്. അപ്പൊ ഞാനും അച്ചും തക്കുടും കൂടെ ഉണ്ട്. നമ്മൾ കാട്ടുമ്പുറത്തോട്ട് പോയാണ്, ഒരു ചായ കുടിക്കണം. അതുപോലെ തന്നെ റിജാസ് വരുന്നുണ്ട്, അപ്പൊ അവനെയും പിക്ക് ചെയ്തോണ്ട് വരണം അല്ലേ? ഓ അങ്ങ് ഇത് തന്നെ റൊണാൾഡോയുടെ ജേഴ്സി ഒക്കെ ഇട്ടെങ്കിൽ കൊള്ളാം കേട്ടാ. ഞാൻ സെലക്ട് ചെയ്ത നീ ഇട്ടേക്കണോണ്ടല്ല, നമ്മൾ സെലക്ട് ചെയ്തോണ്ട് അല്ലേടാ? അതെ അതെ. അപ്പൊ നമുക്ക് എന്തായാലും കാട്ടുമ്പുറത്തോട്ട് പോകാം. കാട്ടുമ്പുറത്തോട്ട് പോയിട്ട് റിയാസിനെ പിക്ക് ചെയ്ത് നമുക്ക് നേരെ ചായ കുടിക്കാനായിട്ട് പോവാം. മന്ദം വരുന്നു, കേറ്. ചുമ്മാ നിന്നെ വിളിക്കാൻ വന്നത്, തുറക്കാൻ പറ്റില്ലേ ഡോറ്? അവ അറിയോ ഞാൻ ഫ്രണ്ടിലോട്ട് ആരണെന്ന്? ഹാൻഡ് ബ്രേക്ക്, അത് സീറ്റ് ബെൽറ്റ് എടുത്ത അടിയിലൊരു സാധനം ഉണ്ട്. നീ കണ്ടത് വേറെ വല്ല ആണോ? എടാ വേട്ട വടിയതാണ് ഇവിടെ. ഇത് പിടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് നീക്ക്, പൊക്ക്, മേലോട്ട് പിടി. കള്ളറോട്ട് ഗേസ് നമ്മൾ ഈ ഒരു ചായക്കടയിലാണ് വന്നത്, അവിടെ തുറന്നില്ല. അപ്പൊ ഇന്ന് റിയാസിനെ വിളിക്കാൻ വന്നോണ്ട് റിയാസിന്റെ വക ചെലവ് ചായ മേടിച്ചു തരും. കൈയടിച്ച് പാസാക്കി. നമ്മള് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. എൻജോയ്. ഈ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ എയർ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു കടയിൽ വന്നിട്ടുണ്ട്. വരുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് വർക്ക്ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഈ ഡോറ് തുറക്കാൻ പറ്റൂലായിരുന്നു, അങ്ങനെ നമ്മളതെല്ലാം ഊരിയതാണ് ഇവിടെ ഇട്ടേക്കുന്നത്. പിന്നെ റെഡി ആക്കിയിട്ട് പോവാം അല്ലേ അച്ചു രാജാവേ? ഓ ശരി. ഓ കാറി കയറാതെ തന്നെ ആയിരുന്നു, ഇപ്പം ഇറങ്ങുന്നില്ല. നമ്മുടെ ഡോറ് റെഡി ആയിട്ടുണ്ട്. അൽ യാസീൻ മെക്കാനിക്. ജെസിബി ഇല്ല, കാറ് തന്നെ. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇത്ര ആള് കുറവായിരുന്നു തോന്നുന്നത്. ഇത്ര 3, 6, 7, 8 എല്ലാരും ഒരേ സൈസ് കൊണ്ട് കുഴപ്പമില്ല, ആർക്കും സൈസ് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും കഴിക്കാം. എല്ലാരും കൂടെ കഴിക്കാനായിട്ട് കയറി ഇരിപ്പുണ്ട്. ഇവിടെ ശ്രീകുട്ടന് വിശക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ അത് ശ്രീകുട്ടന്റെ ചെലവ്. അപ്പൊ എന്ത് അച്ഛൻ്റെ ചിലവ്, അച്ഛൻ്റെ അച്ഛനെ നമ്മള് വരുന്ന വഴിക്ക് അച്ഛൻ്റെ അച്ഛൻ നമ്മുടെ വഴിയിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഒന്നും പറ്റാതെ നമ്മളെ മെക്കാനിക്ക് യാസീൻ ഉള്ളത് കൊണ്ട് തന്നെ, അതെ യാച്ചിക്സ് ഉള്ളത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമ്മളത് രക്ഷപ്പെടുത്തി എടുത്തായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അച്ഛൻ്റെ ചിലവായിരിക്കും. അച്ഛൻ്റെ ചിലവ് കപ്പയോ കരിമീനോ കള്ളോ എന്താന്ന് വെച്ചാ പോരട്ടെ. കേസപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് വന്നിട്ടാണ്. കേസപ്പോൾ പൊറോട്ട വന്നിട്ടുണ്ട്. ദോശ പറഞ്ഞത് അച്ചുവും അതുപോലെ ശ്രീകുട്ടനും കണ്ടോണ്ടിരുന്നോ? കേസ് ദോശ ചൂടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പൊറോട്ടയൊക്കെ തിന്നിട്ട് പോവാം. കേറൂ സുഹൃത്തുക്കളെ. തുറന്നു തിന്നപ്പോ വയറ് വീത്താ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കല്ലറയാണ്. കല്ലറ നമ്മുടെ അസ്ലമിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. ഗേസ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തോട്ട് പോവാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ ഇവിടെ ഉള്ള ഒരു കാക്ക ചെറിയൊരു കാറ്ററിംഗ് അല്ലല്ലേ, എന്തിനാണ് സംഭവം? ഗേസ് ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു കിട്ടില്ല ഒരു വർക്കുണ്ട്. അപ്പോൾ നമ്മളടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്, അപ്പോൾ നമുക്ക് എന്തായാലും അതൊരു പോയി വർക്കൊക്കെ കവർ ചെയ്ത് എൻജോയ് ചെയ്തിട്ട് വരാം. ഞാനുണ്ട്, അസ്ലമുണ്ട്, ഇനി 1-2 പയ്യന്മാർ വരാണ്ട്. എവിടെ വിളിയാ? കൊല്ലം കൊട്ടിയം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. രാവിലെ ഇപ്പോൾ ഒരു 8:30 ആയി. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. കേസ് അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് പുള്ളിക്കാരനും പുള്ളിക്കാരിയും, ഇവരുടെ കല്യാണമാണ്. പക്ഷെ നമ്മൾ വർക്ക് സൈഡാണ്. നമ്മളിവിടെ അഭിജിത്തുണ്ട്. എൻ്റെ പേരെന്താ? അജ്സൽ. കൊള്ളാല്ലേ എളിയ സ്ഥലം? കൊള്ളാല്ലേ? സ്ഥലം കൊള്ളാം കേസ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. ഇതാണ് ജസ്റ്റ് കയറുമ്പോഴുള്ള എൻട്രൻസ്. കേസ് ഇതാണ് കേട്ടോ അനസ് കാക്ക. ആ പച്ച ഡ്രസ്സാണ് അനസ് കാക്ക. പുള്ളിക്കാരൻ്റെ ഇവൻ്റാണ്. ഇവൻറ്റിൻ്റെ പേര് കേസ് ഇതാണ്ട കിസ്സ എന്നാണ് കേട്ടോ, കിസ്സ ഇവൻറ്റ്സ്. എന്തായാലും നമുക്ക് അതിനകത്തോട്ട് കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. ഗീസ് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. അകത്തോട്ട് കയറുന്ന സമയത്ത് ഗീസ് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പോപ്കോൺ കൗണ്ടർ കാണാം. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വൈബ് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെയാണ് സ്റ്റേജ് കേട്ടോ. സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ ചെറിയൊരു ഫോട്ടോയൊക്കെ എടുക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം, ഇതുണ്ട്. പിന്നെ ഇവിടെ എന്തുവാ, കിസ്സ ഇവന്റ്സിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു സംഭവം ഉണ്ട്. ഇതിനകത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. ഇവിടെയാണ് സ്റ്റേജ് കേട്ടോ. സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തേക്കണം, നമുക്ക് നോക്കാം.
ഇതാണ് കേട്ടോ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന. കൊള്ളാം. ഞാനിങ്ങനെ ഓപ്പൺ ഡോർ പരിപാടിക്കൊന്നും വന്നിട്ടില്ല അധികം. ഞാനങ്ങനെ കല്യാണങ്ങൾക്ക് അധികം പോകാറില്ല. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. ഇത് തൊട്ടടുത്ത് തന്നെ കായലുണ്ട് കേട്ടോ. കായൽ കാണിച്ചു തരാം. ചെറിയൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് തന്നെ മഴ പെയ്ത് ഫുള്ള് ഇപ്പം ഇവിടെ ചെറിയ വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുവാണ്. ഇതാണ് കേട്ടോ. ഇവിടെ അടുത്തായിട്ടൊരു കായലുണ്ട്. ഈ കായലിൻ്റെ സൈഡിലാണ്. കൊള്ളാം കേട്ടോ. ഇതാണ് ടെൻറ്റ്. ഈ ടെൻറ്റിന് എന്തോ പേര് പറയും. അവർ പറയുന്നതായിട്ട് എന്തോ ടെൻറ്റാണെന്ന് പറയുന്നതായിട്ട്. നമ്മുടെ അജിസൽ ഏതോ അവിടെ നിന്ന് കസേരയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്താണ് ഫുഡ് കഴിക്കാനുള്ള ഏരിയ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് കൈ കഴുകാം. ഇതിനകത്ത് ഒരു കയറി ഫുഡ് കഴിക്കാനുള്ള അതിവിപുലമായ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഫ്ലോറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വെറും തറയായിട്ട് കിടന്നതാണ്. അതായത് പുല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുള്ള് കാര്യങ്ങൾ ഇവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പരിപാടിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഫുള്ള് സെറ്റായിട്ട് നമുക്ക് എന്തായാലും ആൾക്കാരൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു ലുക്ക് എന്തായാലും കാണിച്ചു തരാം. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ കിസ ഇവന്റ്സിന്റെ ഡ്രൈവറായിട്ട് ഇത് അസ്ലം എത്തിയിട്ടുണ്ട്. ഒരേ ഒരു പ്രൊഫഷണൽ റൈഡർ, കിസ ഇവന്റ്സിന്റെ സ്വന്തം ഡ്രൈവർ. കസേരയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അജിസൽ നിന്ന് വർക്ക് ചെയ്യാണ് കേട്ടോ. അസ്ലമേ കേറ്. കൊട്ടേഷൻ ഉള്ളി. അപ്പൊ ഇതാണ് മെനു കേട്ടോ. ആളെ എവിടെ വെക്കാനുള്ള 2 കൗണ്ടറുണ്ട്. 2 കൗണ്ടറിന്റെ ഫ്രണ്ടിലായിട്ട്. ഓക്കെ. ഇതിലെ കൗണ്ടർ അറിയാം. നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം. ഓക്കെ. ഇഷ്ടംപോലെ ജ്യൂസ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്ന് കുടിച്ചു. അതേതല്ലേ ഇതിൽ മലബാർ? ഇതേതാ മലബാർ സ്പെഷ്യൽ? ഇതാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഐഡന്റി കാർഡ് എത്തിയിട്ടുണ്ട്. നാട്ടിലെ ഐഡി കാർഡ് കേട്ടല്ലേ. അപ്പം ഞാനും അസ്ലമും കൂടെ നമ്മൾ കൊല്ലം പള്ളിമുക്ക് വരെ പോവാണ്. ചെറിയൊരു കേക്ക് എടുക്കാനുണ്ട്. ചെറിയ കേക്കല്ല, എന്തായാലും ഡബിൾ ലെയർ അല്ലേ? 2 ലെയർ ഉണ്ടെന്ന് വലിയ കേക്ക് എന്നാ പറഞ്ഞാൽ എന്തായാലും നമുക്ക് പോയി നോക്കി കേക്ക് എടുത്തിട്ട് വരാം. കേക്ക് എത്തിയിട്ടുണ്ട്. ആ കേക്ക് കയ്യിലിരുന്നോണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങോട്ട് കേക്ക് കാണിച്ചെടുത്തേടാ. തറയിട്ടല്ലേ? കൊണ്ടോ. അങ്ങനെ ചെറുക്കനും പെണ്ണൊക്കെ വന്ന് അവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല രസമായില്ലേ ഗേസ്. അപ്പോൾ അവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഒരു കൊച്ചെന്തരേക്ക് തിന്നുകൊണ്ടൊക്കെ പോകുന്നു. അവിടെയാണ് കേട്ടോ ഫുഡ്. ബൊഫേ. അങ്ങനെ ചെറിയ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് ആണ്. നമ്മൾ നേരത്തെ എടുക്കാൻ പോയ കേക്ക്. ഇതാണ് കേക്ക് കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തായിട്ട് ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ്. അപ്പം നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. അല്ലേ അജിസലേ? അതെ. ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മുസ്ലിമേ കഴിച്ചാടാ? എങ്ങനെയുണ്ട്? സൂപ്പർ. ഹലോ. സൂപ്പർ. Yeah, Kisa Events Management. Actually, they have done a very good job. Ellam well organized. Yeah, they planned it really well. So I really liked it and enjoyed it. മഴയായപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലായെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അവർ നല്ലോണം മാനേജ് ചെയ്തു. പ്രോഗ്രാം അടിപൊളിയാക്കിയിട്ടുണ്ട്.
താങ്ക്സ് ഫോർ ദ ഗ്രേറ്റ് ടൈം. ഗേസ് അവിടെ ഡാൻസ് പാട്ടൊക്കെ നടക്കുന്നുണ്ട്. ഗേസ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അല്ലേളിയാ? അതെ ആളിയാ നമ്മൾ ഇറങ്ങി. ഇവന്റ് എങ്ങനെയുണ്ടായിരുന്നു? ഇവന്റ് നൈസല്ലേ നമ്മൾ പിന്നെ സെറ്റ് ചെയ്തില്ലല്ലോ. പിന്നെ അല്ല, പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവന്റും ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മുടെ വർക്ക് തന്നെയായിരുന്നു. നമ്മുടെ വർക്ക് എന്ന് പറയുമ്പം കിസ്സയുടെ വർക്ക് തന്നെയായിരുന്നു. കിസ്സയുടെ ഒരു ഓഫറും കൂടെ ഉണ്ട്, അത് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പെഷ്യൽ ഓഫറാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ കല്യാണം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പരിപാടീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കിസ്സേനെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഫുൾ ഇവന്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ അവർ ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ കല്യാണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പോണല്ലേ ടാറ്റ. കേസ് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് നാട്ടിലോട്ട് പോകണം, കുറച്ച് പരിപാടികളുണ്ട്. ഗീസ് കഴിഞ്ഞ ദിവസം വന്ന ഉടനെ കിടന്നുറങ്ങി, അതുകൊണ്ട് എനിക്ക് ബാക്കി ഔട്ട്രോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഗീസ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവന്റ് വല്ലതും ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ബുക്കിംഗ് നമ്പറും അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഗീസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇത്രയുള്ള. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയ കിടക്കാച്ച വ്ളോഗായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ ഗീസ്, ലവ് യു ആൾ, ടാറ്റാ.